പകരങ്ങളില്ലാത്ത പാരമ്യം ഈ ലോകത്തിന് സമ്മാനിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രസന്നതയോടെ കടന്നുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രണാമം. സുവിശേഷത്തിന്റെ ആനന്ദമായിരുന്നു അദ്ദേഹം. പ്രത്യാശയുടെ പ്രതിപുരുഷനായിരുന്നു അദ്ദേഹം. കരുണയുടെ കെടാവിളക്ക്, സമാധാന ദൂതൻ, ഹൃദയ വിശാലതയുള്ള നല്ല മനുഷ്യൻ, പ്രസന്നതയുടെ പുണ്യം. പ്രിയപ്പെട്ട പാപ്പ, പ്രണാമം. ഫ്രാൻസിസ് പാപ്പ കടൽ തീരം പോലെ വിശാലമായൊരു ഹൃദയം കൊണ്ട് ഈ മാനവരാശിയെ മുഴുവൻ ചേർത്ത് നിർത്തി പുഞ്ചിരി തൂകി സകലരെയും ആശ്ലേഷിച്ച് പ്രപഞ്ചത്തെയും പ്രകൃതിയെയുമൊക്കെ ദൈവാവിഷ്കരണമായി കാണുകയും അതിലൂടെ ദൈവത്തിലേക്കെത്താനുള്ള വഴി ലളിതമായി പഠിപ്പിക്കുകയും ചെയ്ത ഒരു അസാമാന്യ വ്യക്തിത്വമായിരുന്നു. എന്തൊരു പോസിറ്റീവ് വൈബാണ് അദ്ദേഹത്തിന്. പ്രത്യാശയും പ്രതീക്ഷയും പകർന്നു തന്നുകൊണ്ട് ദൈവത്തിന്റെ പരമമായ കാരുണ്യത്തിൽ സകലർക്കും ഇടമുണ്ടെന്നും അതിൽ ഊന്നി വേണം സഭയും സമൂഹവും ഒരു നവലോക നിർമ്മിതിക്ക് തത്രപ്പെടേണ്ടതെന്നും അങ്ങനെ ഈ ലോകത്തെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും പാവങ്ങളോട് പക്ഷം ചേരുന്നതിലൂടെയും മാറ്റിമറിക്കാം എന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ക്ഷമിച്ചു ക്ഷീണിതനാകാത്ത ഒരു ദൈവത്തെ അദ്ദേഹം തന്റെ പ്രാർത്ഥനയിലൂടെയും പ്രബോധനങ്ങളിലൂടെയും നമ്മെ പരിചയപ്പെടുത്തി. അജപാലന മേഖലയിൽ അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ആത്മീയത, ആടിന്റെ മണമുള്ള അജപാലകർ ഉണ്ടാകണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിത്വം. മുറിവേറ്റ സകലരെയും ഉൾക്കൊള്ളാനും അത് ഏത് തരക്കാരാണെങ്കിലും ഏത് സാമ്പത്തിക നിലയിലുള്ളവരാണെങ്കിലും അവരെയെല്ലാം സഭയാകുന്ന ആതുരാലയത്തിൽ വേണ്ട ശുശ്രൂഷ നൽകി വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിന്റെ കാരുണ്യം പകർന്നു നൽകാൻ അക്ഷീണം പ്രയത്നിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹത്തിന്റെ പേര് തന്നെ രണ്ടാമത്തെ ക്രിസ്തുവായ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരായിരുന്നല്ലോ. സർവസംഘ പരിത്യാഗത്തിന്റെ, സാഹോദര്യത്തിന്റെ, സാർവ മാനവികതയുടെ മുഴുവൻ ആൾരൂപമായിരുന്നു അദ്ദേഹം. സാമൂഹിക ചിന്താഗതികൾ കൊണ്ടും സാമ്പത്തിക വ്യവസ്ഥകൾ കൊണ്ടും രാഷ്ട്രീയമായ നിലപാടുകൊണ്ടും വിഭജിതമായ ലോകത്തിന് സാഹോദര്യവും പൊതുനന്മയും പ്രതിവിധി കൽപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. സന്യാസ സമർപ്പിതരോട് അമ്മയെപ്പോലെ നമ്മെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടാനും അവിടുന്നിൽ നിന്ന് സ്നേഹവും കരുണയും ഏറ്റുവാങ്ങി സകലർക്കും അത് അളവില്ലാതെ പങ്കുവയ്ക്കാനും അങ്ങനെ ആർദ്രതയുടെ മനുഷ്യരാകാനും അദ്ദേഹം സൂചിപ്പിച്ചു. പ്രകൃതിയും പ്രപഞ്ചവുമായി അനുരഞ്ജനപ്പെട്ടുകൊണ്ടുള്ള ഒരു തീർത്ഥാടനം കാലഘട്ടത്തിന് ആവശ്യമെന്ന് പല പൊതുവേദികളിലും അദ്ദേഹം പ്രസ്താവിച്ചു. സുന്ദരവും വാസയോഗ്യവുമായ ഒരു ലോകം നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ ഭാവി തലമുറകൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ഉദാരതയാൽ നമുക്ക് ലഭിച്ച സൃഷ്ടവസ്തുക്കളുടെ നേർക്ക് ഗൗരവപൂർണമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് അദ്ദേഹം സധൈര്യം നമ്മളെ ഓർമ്മപ്പെടുത്തി. കാലാവസ്ഥാ വ്യതിയാനങ്ങളും പരിസ്ഥിതി ചൂഷണവും എത്രമാത്രം മനുഷ്യ ജീവിതത്തെ രോഗാതുരമാക്കുന്നു എന്നത് എക്കാലത്തെയും അദ്ദേഹത്തിന്റെ ഉത്കണ്ഠയാണ്. ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിലൂടെ അദ്ദേഹം പങ്കുവച്ചത് മുഴുവൻ ഇതിനെക്കുറിച്ചാണ്. എല്ലാവരെയും ബാധിക്കുന്ന നിശബ്ദ രോഗം, അതാണ് കാലാവസ്ഥാ വ്യതിയാനം. പൊതുഭവനമായ ഭൂമിയെയും അതിന്റെ സന്തുലിതാവസ്ഥയെയും പരിരക്ഷിച്ച് മുന്നേറാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ ദൗത്യം തുടർന്നത്. പരിസ്ഥിതി നാശം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, പെട്രോളിയം ഉപയോഗം പരിമിതപ്പെടുത്തണം, അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ജാഗ്രതാബോധവും അദ്ദേഹം നൽകി. സകലരെയും, പ്രത്യേകിച്ച് ദരിദ്രരെയും ദുർബലരെയും ബാധിക്കുന്ന പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവും കണക്കിലെടുത്തുകൊണ്ട്
അതിനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളാൻ ലോക നേതാക്കളോടും സഭാ സമൂഹത്തോടും അദ്ദേഹം നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. ലോകത്തിന്റെ ഭാവിക്കായി എല്ലാവരും കൈകൾ മലിനമാക്കണം, അതായത് മണ്ണിൽ പണിയണം, കൃഷി ചെയ്യണം എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. മണ്ണിനോടുള്ള ചങ്ങാത്തം മനുഷ്യരോടുള്ള ചങ്ങാത്തമായി രൂപപ്പെടുമ്പോൾ അത് ആത്മസംതൃപ്തിയുടെയും പാരസ്പര്യത്തിന്റെയും സമൂഹ നിർമ്മിതിയുടെയും അടിസ്ഥാന പാഠമാകുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സമാധാനം സംസ്ഥാപിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. യുദ്ധ ബാധിതമായ എല്ലാ പ്രദേശങ്ങളിലും സമാധാനം പുലർത്തണം, മനുഷ്യജീവനെ ആദരിക്കണം, യുദ്ധസന്നാഹങ്ങൾക്ക് വേണ്ടി ചെലവിടുന്ന ഭീമമായ തുക ലോകത്തിൽ നിന്ന് വിശപ്പ് തുടച്ചു നീക്കാനുള്ള ആഗോള ഫണ്ടിനായി വകയിരുത്തണം എന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ മനുഷ്യന്റെയും അന്തസ് അംഗീകരിക്കാൻ, നമ്മുടെ പൊതുഭവനത്തിന്റെ പരിപാലനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹം എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ദിലെക്സിത് നോസ് എന്ന പ്രബോധനം ഇറക്കിയത്. കുടുംബജീവിതത്തിന്റെ അടിത്തറ സ്നേഹമായിരിക്കണം, അമോരിസ് ലെത്തീസിയ, സ്നേഹത്തിന്റെ സുവിശേഷമാകണം അത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. എന്നാൽ വിവാഹമോചിതരെയും പുനർവിവാഹിതരെയുമൊക്കെ കൂടുതൽ അജപാലനപരമായ വിവേകത്തോടും ദൈവകാരുണ്യത്തോടും കൂടെ ചേർത്ത് നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കടുകടുത്ത നിലപാടുകളെക്കാൾ കരുണയും ഐക്യവും സൗഹൃദവും പോഷിപ്പിച്ചുകൊണ്ട് വിശ്വാസം പരിപോഷിപ്പിക്കാൻ ഓർമ്മിപ്പിച്ചു. തള്ളിക്കളയുന്നതിനേക്കാൾ കൂടെ കൂട്ടുന്നതിനും മാറ്റി നിർത്തുന്നതിന് പകരം ചേർത്ത് നിർത്തുന്നതിനും മനസ്സു മടുപ്പിക്കുന്നതിനേക്കാൾ പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചതും ബാക്കിയുള്ളവരെ പ്രേരിപ്പിച്ചതും. ആധുനിക ലോകത്തിന്റെ ആശയവിനിമയ വിപ്ലവങ്ങളിലേക്ക്, സാങ്കേതിക പുരോഗതിയിലേക്ക് എത്രമാത്രം ഹൃദയഭാവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പഴയതിനെയും പുതിയതിനെയും ചേർത്ത് നിർത്തണമെന്ന് അദ്ദേഹം അടിസ്ഥാന പാഠങ്ങൾ നൽകുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. മനുഷ്യബുദ്ധിയും കൃത്രിമ ബുദ്ധിയും രണ്ടാണ് എന്ന് തിരിച്ചറിയാം. ഒരു ടൂളിനും ഒരു ഉപകരണത്തിനും, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ഒരു ഉപകരണത്തിനും മനുഷ്യബുദ്ധിയോ മനുഷ്യനോ അടിമയായിട്ട് മാറരുത്. മറിച്ച് മാനുഷിക പുരോഗമനങ്ങൾക്ക് വേണ്ടിയിട്ട് വിശപ്പാറ്റാനും പട്ടിണി ഇല്ലാതാക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും മറ്റു ചികിത്സാ മേഖലകളിലും ഒക്കെയുള്ള വളർച്ചയ്ക്കുമൊക്കെ അത് ഉപയോഗപ്പെടുത്താം. പക്ഷെ ഒരിക്കലും അത് മനുഷ്യബുദ്ധിക്ക് പകരമാകുന്നില്ല എന്നാണ് അദ്ദേഹം അന്തീക്വായത്ത് നോവ എന്ന് പറയുന്ന ഏറ്റവും പുതിയ പ്രബോധനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത്. മാധ്യമ പ്രവർത്തനം സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുള്ളതായിരിക്കണം. ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതായിരിക്കണം. അത് ഭിന്നതയും വൈരാഗ്യവും വളർത്താൻ, ചേരിതിരിവുണ്ടാക്കാൻ, വിദ്വേഷം വളർത്താൻ, തമ്മിലടിപ്പിക്കാൻ, തെറ്റായ വാർത്തകൾ കൊടുത്ത് മനുഷ്യരെ ഇല്ലാതാക്കാൻ, വ്യക്തിത്വ ഹത്യയ്ക്ക് കാരണമാകാൻ അങ്ങനെ ഒരിക്കലും ഇടവരരുതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഭയാശങ്കകളും ഭീതിയും ഉണ്ടാക്കുന്ന സംഗതികൾക്ക് പകരം പ്രത്യാശയും സമാധാനവും പുലർത്തുന്ന മാധ്യമ പ്രവർത്തനം സത്യസന്ധവും ധാർമ്മിക അടിത്തറയുമുള്ളതായിരിക്കണം എന്നും അദ്ദേഹം പ്രബോധിപ്പിച്ചു. എല്ലാ മതങ്ങളെയും മതനേതാക്കളെയും കാണാനും സംവദിക്കാനുമൊക്കെ അദ്ദേഹം കാണിച്ച വലിയ മനസ്സ് ലോകശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു. അക്രമത്തിലേക്കല്ല മതവും സംസ്കാരവും കടന്നു പോകേണ്ടത്, മറിച്ച് സാഹോദര്യത്തിന്റെയും സഹകരണത്തിന്റെയും സാമൂഹിക വ്യവസ്ഥയിലേക്കായിരിക്കണം എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. മനുഷ്യജീവനോടുള്ള ആദരം എന്നും അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിപ്പിടിച്ച മൂല്യമാണ്. ദയാവധം, ഗർഭഛിദ്രം, വധശിക്ഷ തുടങ്ങിയവ അംഗീകരിക്കാൻ പാടില്ലാത്തതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സുതാര്യതയും സഭാ നവീകരണവും എന്നും സഭയുടെ മണ്ഡലങ്ങളിൽ കൊണ്ടുവരാൻ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. കുട്ടികളുടെ ജീവിതം പോലെ വിലമതിക്കപ്പെടേണ്ട മറ്റൊന്നില്ല എന്നതായിരുന്നു പ്രത്യേകിച്ച് യുദ്ധത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും കുടിയേറ്റത്തിന്റെയും കെടുതികൾ കൊണ്ട് അനാഥമാക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ബാല്യത്തെ നോക്കി അദ്ദേഹം പറഞ്ഞത്. വലിച്ചെറിയലിന്റെ സംസ്കാരം ജീവന് ഭീഷണിയാണെന്നും അതിനു പകരം നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ വളർത്താനും സംരക്ഷിക്കാനുമുള്ള കടപ്പാട് നമുക്കുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുവജനങ്ങൾ വളക്കൂറുള്ള മണ്ണാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടിയത്. ജീവന്റെ പ്രതീക്ഷയാണ് അവർ. ചെറുപ്പക്കാരിൽ ഇന്നുണ്ടാകുന്ന നിസ്സംഗത
അത് ക്യാൻസറിനേക്കാൾ അപകടകരമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സ്ത്രീകൾ എത്രയോ ഗണ്യമായ സ്ഥാനമാണ് സഭയിലും സമൂഹത്തിലും അവർക്ക് കൊടുക്കാൻ സാധിക്കേണ്ടത്. അത് സഭാ മേഖലകളിൽ മുഴുവൻ അവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ വലിയ വികസനം തീർച്ചയായിട്ടും കാലഘട്ടത്തിന് വലിയ മാതൃകയാണ്. മുൻവിധികൾ കൂടാതെ സ്ത്രീകളെ ശ്രവിക്കണം. അതിനുള്ള മനസ്സുണ്ടായെങ്കിലേ അവരുടെ സാഹചര്യ സമ്മർദ്ദങ്ങളും അവർ കടന്നുപോകുന്ന വേദനാജനകമായ അവസ്ഥകളും താഴ്ത്തപ്പെടലും തഴയപ്പെടലും സമൂഹത്തിന് ബോധ്യമാകൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അങ്ങനെയാണ് സഭ ഒരു ഒത്തുനടത്തത്തിന്റെ, സഹനടത്തത്തിന്റെ, സിനഡൽ ചർച്ചായിട്ട് മാറേണ്ടതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. കുർബാന കൂദാശ ജീവിതത്തിന്റെ പൂർണ്ണതയാണെങ്കിലും അത് പൂർണ്ണത പ്രാപിച്ചവർക്കുള്ള സമ്മാനമല്ല, മറിച്ച് ദുർബലർക്കുള്ള ശക്തമായ ഔഷധവും പോഷണവുമാണെന്ന് സുവിശേഷത്തിന്റെ ആനന്ദം എവഞ്ചേലി ഗൗദിയും എന്ന് പറയുന്ന പ്രബോധനത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ബലിപീഠത്തിന് മുമ്പിൽ കാഴ്ചക്കാരായ അല്ല ആരും നിലകൊള്ളേണ്ടത്. സ്നേഹിക്കുകയും സ്നേഹമെന്താണെന്ന് നിർവചിക്കുകയും അത് ബലിയർപ്പണമാണെന്ന് കാണിച്ചു തരികയും ചെയ്ത ദിവ്യകാരുണ്യനാഥനെ കണ്ടുമുട്ടാൻ ഈ വിശ്വാസ തീർത്ഥാടനത്തിൽ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ പ്രാദേശിക സഭയുടെ തനിമയും ദൈവശാസ്ത്രവും അതിൻ്റെ ആരാധനക്രമവും വീണ്ടെടുത്തുകൊണ്ട് അതിനോട് അടുപ്പവും അനുസരണവും ഉള്ളവരായി ജീവിക്കാനുള്ള പൈതൃക പാഠവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. വിനയഭാവങ്ങൾക്കും ലളിത ജീവിതത്തിനും പുരോഗമന സമീപനങ്ങൾക്കും വേദനിക്കുന്നവരോടുള്ള ആർദ്രഭാവങ്ങൾക്കും പേരുകേട്ട പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. തുറന്ന സമീപനം, കരുണാർദ്രമായ നിലപാട്, ഇതെല്ലാം ധാരാളം വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അവിടെയെല്ലാം സഭയുടെ പ്രബോധനത്തിൽ ഊന്നി നിന്നുകൊണ്ട് കാലഘട്ടത്തിലേക്ക് സഭ വളർന്നതിന്റെ ഒരു വലിയ വ്യക്തിത്വമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. 3-ാം സഹസ്രാബ്ദത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്ന സഭയുടെ യാത്ര സഹനടത്തത്തിൻ്റെതായിരിക്കണമെന്ന് അദ്ദേഹം പ്രബോധിപ്പിച്ചു. പ്രേക്ഷിതയായ സഭയ്ക്ക് എന്നും ഉണ്ടായിരിക്കേണ്ടത് ശ്രവണത്തിന്റെയും ഒരുമയുടെയും ഒത്തുചേർത്ത് നിർത്തലിന്റെയും സഹകരണത്തിന്റെയുമാണെന്ന് അദ്ദേഹം അടിവരയിട്ടു. ബഹുസ്വരതകളെ അംഗീകരിക്കാനും അവയോട് തുറന്ന മനസ്സ് പുലർത്താനും അങ്ങനെ ഐക്യത്തിന്റെ, ഒരുമിച്ച് നടത്തത്തിന്റെ ഒരാധ്യാത്മികത രൂപപ്പെടുത്താനും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അനുകമ്പയിലൂന്നി അരികത്ത് നിർത്തുന്ന ആ മനോഭാവം, പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം സഭയുടെ പരമോന്നതമായ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സമയം അദ്ദേഹം സ്വീകരിച്ച മോട്ടോ അതായിരുന്നു: അനുകമ്പയിലൂന്നി അരികത്ത് നിർത്തുക. അങ്ങനെ അനശ്വരമായ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഹൃദയസ്പന്ദനങ്ങൾ കൊണ്ട് ഈ ലോകത്തിന് അസാമാന്യമായ ഒരു വസന്തം വിരിയിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. പ്രതീക്ഷയുടെ ഹരിത മുകുളങ്ങൾ പുറപ്പെടുവിച്ച് നിൽക്കുന്ന ഈ മഹാവൃക്ഷത്തിന്റെ തണലിൽ സ്നേഹത്തോടും വിധേയത്വത്തോടും കൂടെ നമുക്കായിരിക്കും ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സമൃദ്ധിയിലൂടെ നമ്മുടെ സഹോദരീ സഹോദരന്മാരോട് പങ്കുവയ്ക്കാനുള്ള സന്തോഷകരമായ പ്രത്യാശയിൽ നമുക്ക് മുന്നേറാം. ഒരിക്കലും മറക്കില്ല ലോകം കാലം ഫ്രാൻസിസ് പാപ്പായെ. കാരണം അദ്ദേഹം പകർന്നു തന്നത് പകരം വയ്ക്കാനില്ലാത്ത മാതൃകയായിരുന്നു, മനസ്സായിരുന്നു, മനോഭാവമായിരുന്നു, ആധ്യാത്മികതയായിരുന്നു. പ്രിയപ്പെട്ട പാപ്പ, പ്രണാമം.